ഇന്ത്യയുടെ ചരിത്രത്തിൽ പൂത്തിരി പോലെ കത്തി നിന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിൽ മതസൗഹാർദ്ദവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കുന്നതിലും നാനാത്വത്തിൽ ഏകത്വം ജ്വലിപ്പിച്ചു നിർത്തുന്നതിലും ആ പ്രസ്ഥാനം നൽകിയ സംഭാവന ചെറുതല്ല. പിൽക്കാലത്ത് അതിൻ്റെ നേതൃനിരയിൽ കടന്നുകൂടിയ അതിൻ്റെ ശത്രുക്കൾ അതിനെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്നത് തിരിച്ചറിയാൻ വൈകിയത് അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. എങ്കിലും രാഹുൽജിയുടെയും ഖാർഗെയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ അല്പം വൈകുമെങ്കിലും അത് അതിൻ്റെ യശസ് വീണ്ടെടുക്കുമെന്നതിൽ സംശയമില്ല. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ഈ തിരഞ്ഞെടുപ്പ് ആ പാർട്ടിയോട് എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ചാണ്. ഈ തിരഞ്ഞെടുപ്പ് ആ പാർട്ടിയോട് പറയുന്നത് ഇതാണ്: കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പുലർത്തുന്ന ഐക്യവും കൂട്ടായ്മയും നിലനിർത്തി അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഇതിലും മഹത്തായ ഒരു വിജയം നിങ്ങൾക്ക് നേടാനാകും. മറിച്ച് ഇപ്പോൾ കിട്ടിയ ഈ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരാകണം, ആഭ്യന്തരമന്ത്രി ആരാകണം, ലീഗിന് ഏതെല്ലാം വകുപ്പ് നൽകണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്താൽ അടപടലം തിരിച്ചടിയാകും ഫലം. പഴമക്കാർ പറയുന്ന ഒരു കഥയുണ്ട്. നീർനായ മത്സ്യം പിടിച്ച് കരകയറും. ശേഷം അത് ഓഹരി ചെയ്യുന്നതിനെക്കുറിച്ച് കൂട്ടുകാരുമായി ചർച്ച ചെയ്യും. തർക്കിച്ച് അവസാനം തീരുമാനത്തിലെത്താതെ മത്സ്യത്തെ കരയിലിട്ട് അവർ വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. ആ ഇടയ്ക്ക് കരയിലുള്ള മത്സ്യത്തെ തന്ത്രശാലികൾ കൈക്കലാക്കും. പൊതുവെ കോൺഗ്രസിൽ ഇതുതന്നെയാണ് സംഭവിക്കാറുള്ളത്. അത് പക്ഷേ ഈ പ്രാവശ്യം സംഭവിക്കരുത്. മുഖ്യമന്ത്രി ആരാകണം എന്നതും ഏതെല്ലാം വകുപ്പുകൾ ആർക്കെല്ലാം കൊടുക്കണം എന്നതും ഭരണം ലഭിക്കാൻ ആവശ്യമായ MLA മാരെ ലഭിച്ച ശേഷം ചർച്ച ചെയ്യാം. അതിനായിരിക്കട്ടെ ഇനിയുള്ള നാളുകളിലെ പ്രവർത്തനങ്ങൾ.